വിദ്യാരംഭം കുറിക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക്, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കൊല്ലൂർ മൂകാംബിക അമ്മയാണ് അല്ലേ. പരീക്ഷകൾക്ക് പോകുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ കലാകാരന്മാർ വരെ അമ്മയുടെ അനുഗ്രഹം തേടി എത്താറുണ്ട്. ലക്ഷ്മി പാർവതി ഭാവങ്ങൾ അമ്മയിലുണ്ടെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് വിദ്യാദേവി ഭാവമാണ്. എന്തുകൊണ്ടാവാം അങ്ങനെ? അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അമ്മേ ദേവി മൂകാംബിക. ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അമ്മയെ നമുക്ക് 3 രൂപങ്ങളിൽ ഇവിടെ ദർശിക്കാൻ സാധിക്കും. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. ഈ 3 രൂപങ്ങളിൽ ഉണ്ടെങ്കിലും ഇവിടുത്തെ പൂജകളും ആചാരങ്ങളും കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്ന വാഗ്ദേവി അഥവാ സരസ്വതി ദേവിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള പൂജകളും കാര്യങ്ങളുമാണ് ഇവിടെ കൂടുതലും നടക്കുന്നത്. ബുദ്ധി, അതായത് നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ നോളജ്, വിദ്യ, നമ്മുടെ വാക്ക്, സ്പീച്ച്, ഈ 3 കാര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതിനാൽ തന്നെയാണ് വിദ്യാരംഭങ്ങൾക്ക് നമ്മൾ ഈ ക്ഷേത്രം കൂടുതലും അറിയപ്പെട്ടു വരുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ശങ്കരാചാര്യര് സരസ്വതി ദേവിയെയാണ് കുടജാദ്രിയിൽ പോയി തപസ്സനുഷ്ഠിച്ച് അവിടെ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും അവിടെ കൊല്ലൂര് വെച്ച് അമ്മ അവിടെ പ്രതിഷ്ഠയിലാവുന്നതും അവിടെ ദേവിയുടെ ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠയിലാക്കിയതെല്ലാം ശങ്കരാചാര്യരാണ്. അപ്പം അദ്ദേഹം ജ്ഞാനത്തിന്റെ രൂപിണിയായ ദേവിയെക്കുറിച്ച് സൗന്ദര്യ ലഹരിയിൽ വർണ്ണിക്കുന്നുമുണ്ട്. അപ്പം അദ്ദേഹം സരസ്വതി ദേവിയാണ് അവിടെ പൂജിച്ചുകൊണ്ട് വന്നത് അല്ലെ. അമ്മയുടെ വിവിധ തലങ്ങളിലുള്ളവർ തങ്ങളുടെ കലാരൂപങ്ങൾ അമ്മയുടെ നടയിൽ സമർപ്പിക്കാറുണ്ട്. വലിയ വലിയ കലാകാരന്മാർ, നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ഉൾപ്പെടെയുള്ളവർ വർഷാവർഷം അമ്മയുടെ ദർശനം നടത്താറുണ്ട്. അപ്പം കലയെല്ലാം അമ്മയുടെ അനുഗ്രഹമായിട്ടാണ്, വിദ്യയും കലയും അമ്മയുടെ അനുഗ്രഹമായിട്ടാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ഇരുട്ടിന്റെ അജ്ഞതയെ മാറ്റി ജ്ഞാനത്തിന്റെ വെളിച്ചം നൽകുന്നവളായതുകൊണ്ട് നമ്മൾ അമ്മയെ കൂടുതൽ സരസ്വതി ദേവിയെ കാണുന്നു. എൻ്റെ ചെറിയൊരു അനുഭവം കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ മെയ് 1-ാം തീയതിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതും അവിടെ നിന്ന് വന്നതിന് ശേഷം ഗുരുവായൂർ പോവുകയും അവിടെ 18 പ്രദക്ഷിണം പൂർത്തീകരിച്ച് ഇവിടെ എത്തി. എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോയുമായി വരുന്നത്. എൻ്റെ ഉള്ളിൽ എനിക്ക് എൻ്റെ അമ്മ തോന്നിപ്പിച്ചതാണ് ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തണമെന്നുള്ള കാര്യം. അത് അമ്മയായിട്ട്, അതായത് വാഗ്ദേവിയാണ്, നോളജാണ്, സ്പീച്ച് തരുന്നത് അമ്മയാണ്. അപ്പം അമ്മ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ തുടക്കത്തിലും പറഞ്ഞിരുന്നു, എൻ്റെ ജീവിതത്തിലുടനീളം അമ്മയുടെ സാന്നിധ്യം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവല്ല. കാരണം എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഇത് എവിടെ നിന്ന് കിട്ടി. എൻ്റെ ഉള്ളിലെ എൻ്റെ കൂടെയുള്ള എൻ്റെ മൂകാംബിക അമ്മ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇനി അമ്മയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അമ്മേ ദേവി മൂകാംബിക.